ഭാരതീയ ജ്യോതിഷപ്രകാരം 12 രാശികളാണ് ഉള്ളത്. ഓരോ രാശികൾക്കും സവിശേഷമായ ഗുണങ്ങളും ഉണ്ട്. ജ്യോതിഷം അനുസരിച്ച് ഓരോ രാശികൾക്കും ഓരോ ദേവതകൾ ഉണ്ട്. ആ ദേവതയുടെ സ്വാധീനം അവർക്കുമേൽ നിരന്തരം അനുഭവപ്പെടുന്നതായിരിക്കും. ഈ ദേവതകളെ തിരിച്ചറിയാതിരിക്കുകയും വേണ്ടവിധം പൂജിക്കാതിരിക്കുകയും ചെയ്താൽ ജീവിതത്തിൽ അർഹിക്കുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ലഭിച്ചു എന്ന് വരികയില്ല. നേരെ മറിച്ച് രാശി അനുസരിച്ചുള്ള ദേവതയെ വേണ്ടവിധം ഭജിക്കുകയും അനുഗ്രഹം നേടിയെടുക്കുകയും ചെയ്താൽ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഈ കൂട്ടരെ തേടിയെത്തുന്നതായിരിക്കും. മഹാശിവരാത്രിയാണ് ഇനിയും വരാൻ പോകുന്നത്. സാക്ഷാൽ പരമേശ്വരൻ്റെ പ്രിയ രാശികളായ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഹൈന്ദവ സങ്കല്പം അനുസരിച്ച് പരമശിവൻ സംഹാരത്തിൻ്റെ ദേവനാണ്. മറ്റു ദേവസങ്കല്പങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് മഹാദേവൻ. പക്ഷേ വളരെ ശക്തനും ജ്ഞാനത്തിൻ്റെ തൃക്കണ്ണുള്ളവനും കോപം കൊണ്ട് താണ്ഡവമാടുന്നവനുമാണ് ശ്രീ മഹാദേവൻ. ലോകമെമ്പാടും ധാരാളം ശിവഭക്തരുണ്ട്. ശൈവമാർഗത്തിൽ ജീവിക്കുന്ന അനേക ലക്ഷം ജനങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട്. ഇവർക്കെല്ലാം പരമശിവൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ പ്രത്യേകമായ ചൈതന്യം ഉണ്ടാകുന്നതാണ്. എങ്കിലും മഹാദേവന് പ്രിയപ്പെട്ട 3 രാശികളുണ്ട്. ഈ രാശിയിൽ ജനിച്ച ആളുകൾ വേണ്ട വിധത്തിൽ ശിവനെ ഭജിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വളരെയധികം ഉയർച്ചയിൽ എത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പല പ്രതിസന്ധികളും ജീവിതത്തിൽ നിന്നും മാറിപ്പോകുന്നതായിരിക്കും. എത്ര വലിയ പ്രതിബന്ധങ്ങളെയും തകർത്ത് മുന്നേറുവാനും ഇവർക്ക് സാധിക്കും. ആ രാശിക്കാർ അഥവാ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അതിലാദ്യമായി വരുന്നത് മേടം രാശിയിൽപ്പെട്ട അശ്വതിയും ഭരണിയും കാർത്തികയുമാണ്. ജ്യോതിഷം അനുസരിച്ച് മേടരാശിയിൽ ജനിച്ചവർക്ക് മഹാദേവൻ്റെ പ്രത്യേക അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതാണ്. ഇവരുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ വേഗം അവയെല്ലാം പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. പരമശിവൻ്റെ അനുഗ്രഹം കൊണ്ട് കരിയറിൽ ഉന്നത സ്ഥാനത്തെത്താനും സമൂഹത്തിൽ പേരും പ്രശസ്തിയും നേടുവാനും ഈ കൂട്ടർക്ക് സാധിക്കും. സാമ്പത്തികമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്നും മോചനം വന്നുചേരും. എല്ലാവിധ സുഖ സൗകര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ശുഭാപ്തി വിശ്വാസവും അധ്വാനശീലവും ആത്മവിശ്വാസവും ഈ ഭജനത്തിൽ കൂടി ഇവർക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും. മഹാദേവനെ ഭജിക്കുകയും യഥാവിധി വഴിപാടുകൾ നടത്തുകയും ശനിയാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്ത് ഈ അനുഗ്രഹ കലകൾ നേടിയെടുക്കുവാൻ ഇവർ പരിശ്രമിക്കേണ്ടതാണ്. അടുത്തതായി വരുന്നത് മകരം രാശിയിൽപ്പെട്ട ഉത്രാടവും തിരുവോണവും അവിട്ടവുമാണ്. മഹാദേവൻ്റെ പ്രിയരാശികളിൽ പ്രത്യേക സ്ഥാനം മകരം രാശിക്ക് ഉണ്ട്. ശിവൻ്റെ ദൈവീകമായ പ്രഭ ഇവർക്കെപ്പോഴും ഉണ്ടാകുന്നു എന്നതാണ് വിശ്വാസം. മകരം രാശിയുടെ അധിപനായ ഗ്രഹം ശനിയാണ്. ശനി പരമശിവൻ്റെ പ്രിയഭക്തനാണ്. അതുകൊണ്ട് തന്നെ മകരം രാശിയിൽ പിറന്നവർക്ക് ശനിയിലൂടെ ശിവൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുന്നതാണ്. ഇവർക്ക് തൊഴിൽ ഉന്നത സ്ഥാനങ്ങളും അംഗീകാരവും പദവികളും ലഭിക്കുന്നതായിരിക്കും. കുടുംബജീവിതത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇവരുടെ വിവേകവും മഹാദേവൻ്റെ അനുഗ്രഹവും കൊണ്ട് അത്തരം വെല്ലുവിളികൾ അതിജീവിക്കുവാൻ സാധിക്കും. ശിവഭക്തി ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി മഹാദേവനെ ഭജിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. പരാജയങ്ങൾ നേരിടേണ്ടി വരികയില്ല. പ്രതിസന്ധി കാലത്ത് ഇവർക്ക് ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയുന്നത്. അവസാനമായി ഈ ഗണത്തിൽ വരുന്നത് കുംഭം രാശിയാണ്. കുംഭം രാശിയിൽപ്പെട്ട ഔട്ടം, ചതയം, പൂരുരുട്ടാതി എന്നിങ്ങനെയുള്ള 3 നക്ഷത്രങ്ങളാണ്. കുംഭം രാശിയിൽ ജനിച്ച ആളുകൾക്ക് മഹാദേവൻ്റെ പ്രത്യേക അനുഗ്രഹം എന്നും ഒപ്പമുണ്ടാകും.
കുംഭം രാശിയുടെ അധിപനും ശനിയാണ്. അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർക്കും ശനി ശിവന്റെ അനുഗ്രഹം പ്രാപ്തമാക്കും. ഇവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സമ്പത്തിനും സന്തോഷത്തിനും സമൃദ്ധിക്കും കുറവ് ഉണ്ടാവുകയില്ല. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാനും ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. അനുയോജ്യരായ ജീവിത പങ്കാളിയെ അനായാസം കണ്ടെത്താൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. മഹാദേവനെ വഴിപോലെ പൂജിച്ചാൽ ഈ രാശിക്കാർക്ക് ജീവിതത്തിൽ സന്തോഷത്തിനും ഐശ്വര്യത്തിനും ഒരു അറുതിയും ഉണ്ടാവുകയില്ല എന്നതാണ് പരമാർത്ഥം. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുകയാണ്. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.